Hello, welcome back to yet another episode of my YouTube channel. ഞാൻ രാവിലെ എണീറ്റ് രാവിലെ അല്ല ഇപ്പം ആക്ച്വലി ഉച്ചയായി കാണും. ഉച്ചയ്ക്ക് എണീറ്റു, കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് അതാണ് നമ്മളിവിടെ അങ്ങനെ കേട്ടോ പറയുന്ന കാര്യം. നമ്മളിവിടെ എപ്പോഴാണോ എണീക്കുന്നത് അതാണ് നമ്മളുടെ ഇവിടുത്തെ മോർണിംഗ്. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി എന്താ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് വോട്ട് ഉള്ള ദിവസമാണ്. അപ്പം നമുക്ക് വോട്ട് ഇടാനായിട്ടൊക്കെ പോകണം. അപ്പം അതാണ് രാവിലെ തന്നെ ഡ്രസ്സ് ചെയ്തൊക്കെ നിൽക്കുന്നത്. വോട്ട് ചെയ്യണം. അപ്പം നമ്മൾ രാവിലെ വോട്ട് ചെയ്യാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവരും റെഡി ആവുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പം ജസ്റ്റ് എണീറ്റ് വന്ന് കുളിച്ചതുകൊണ്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചായ കുടിക്കണം, പോയി ഒരുങ്ങണം. അപ്പോൾ ഹായ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ഓരോരുത്തരുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ അല്ല കേട്ടോ, ഇതിപ്പോൾ ഒരു ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ചരയൊക്കെ ആയി കാണും. അപ്പം നമ്മൾ ഇന്ന് വോട്ടിടാൻ പോകുന്നതാണ് നമ്മളുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് കാരണം നമ്മൾ റെഡി ആയിട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പോയി കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനിയും പതുക്കെ ഇവിടുന്ന് ഇറങ്ങും. ഇവിടെ ഇന്ന് രാവിലെ കഴിക്കാനുണ്ടായിരുന്ന ഇഡ്ഡലിയും സാമ്പാറും വന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ചായ കാണിക്കുന്നത്. ഞാൻ രാവിലെ കട്ടൻ ചായ ആണ് കേട്ടോ കുടിക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം, അതുകൊണ്ട് കട്ടൻ ചായ. ഇതങ്ങനെ എപ്പോഴും ഉള്ള റൊട്ടീനൊന്നും അല്ല കേട്ടോ, ഇടയ്ക്ക് മാത്രം ചെയ്യുന്നതാണ്. അത് ആസ് പെർ ദ ഡേ അങ്ങനെയാണ് കേട്ടോ. ആ ദിവസം എന്താണോ മൂഡ് അങ്ങനെ. ഹലോ, ഞാൻ കുറച്ച് നാളായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ എനിക്ക് ഈ ക്യാമറ ഇങ്ങനെ എടുത്ത് സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ചൊരു മടിയുണ്ട്. അത് കൂടാണ്ട് എനിക്ക് ക്യാമറേനെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെനിക്ക് അങ്ങനെ പൊതുവേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം കുറച്ച് നാളായി നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട്. പിന്നെ പഴയ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. സോ വി ഹാവ് ടു ബി കെയർഫുൾ. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, എസ്പെഷ്യലി യൂട്യൂബിൽ. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ യൂട്യൂബ് കുറേ ക്രൈറ്റീരിയാസും കൂടി ഇറക്കിയിരിക്കുന്നതുകൊണ്ട് ഭയങ്കര മെനക്കേടാണ്. ഒരു വീഡിയോ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നു, പകുതി വഴിക്ക് കട്ട് ചെയ്ത് പോകുന്നു. ഇത് തന്നെ സംഭവിക്കുന്നത്. കാര്യം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് വേണം ഈ യൂട്യൂബിൻ്റെ കണ്ടൻറ്റ് ചില വീഡിയോസൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കണ്ടൻ്റായിട്ടൊന്നുമില്ല, ഡെയിലി വ്ളോഗ് തന്നെയാണ്. എന്നാലും എന്താ പറയുക, വളരെ ശ്രദ്ധിച്ച് വേണം എഡിറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കതിനകത്ത് കുറച്ച് മടിയുള്ളത് കൊണ്ടും പിന്നെ ക്യാമറയിൽ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഒക്കെയാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ലാഗ് വന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ഫ്രീ ആയിരുന്നു. പക്ഷേ ഇതാണ് കുഴപ്പം. എന്തായാലും അത് പോകെ ശരിയാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ അപ്പം നമുക്കിന്ന് വോട്ട് ചെയ്യാൻ പോകണം, അതാണ് മെയിനായിട്ടുള്ള സംഭവം. അപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് ഞാൻ പഠിച്ച 2 സ്കൂളുണ്ട്, അതിലേതെങ്കിലും ഒരിടത്തായിരിക്കണം നമുക്ക് വോട്ട് ഉണ്ടാവുക, എനിക്ക് തോന്നുന്നു അങ്ങനെ. പക്ഷെ നമ്മുടെ വീട്ടിലെല്ലാവരും 18+ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വോട്ടുണ്ട്, അതാണ് വിഷയം. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് വേണം പോകാനായിട്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ എന്താ പിന്നെ എനിക്ക് എന്താ പറയണമെന്നറിയില്ല. പക്ഷെ ഈ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും, അതാണ് വിഷയം. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് പോവാം. ചേടാ, അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കണ്ണ് എഴുതിയിട്ടുണ്ട്, ചന്ദനം തൊട്ടിട്ടുണ്ട്, സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇത് ആക്ച്വലി പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇന്നൊരു ബോ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി സ്പ്രേ അടിക്കണം. എനിക്ക് പറ്റിയ സാധനമല്ല കേട്ടോ, സ്പ്രേ ഞാൻ പൊതുവെ അങ്ങനെ അടിക്കാറില്ല. പക്ഷെ എന്നാലും ഇന്നിപ്പോൾ എന്തോ അടിക്കാൻ തോന്നി, അടിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇനി ബാക്കി വോട്ടെടുക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് കാണിക്കാം കേട്ടോ. ബൈ. വോട്ട് കഴിഞ്ഞു. ഞങ്ങൾ 5 പേരും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കന്നി വോട്ടായിരുന്നു, ബട്ട് എൻ്റെ സെക്കൻഡ് വോട്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരെയും വോട്ട് കഴിഞ്ഞു.
ഇതിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ പാട്ട് വരുമ്പോൾ കോപ്പിറൈറ്റ് അടിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് ഓഡിയോ മ്യൂട്ടാക്കിയിരിക്കുന്നത്. നീ ആദ്യമായിട്ട് വോട്ട് ചെയ്യുവാണോ? എൻ്റെ കന്നി വോട്ടല്ല, എൻ്റെ രണ്ടാമത്തെ വോട്ട്. അച്ചുവിൻ്റെ ആദ്യത്തെ വോട്ട് കന്നി വോട്ട്. അതെന്താ? അച്ചു വൈകിട്ടാണ് കർണാടകയിലായിരുന്നു. നമ്മൾ നേരെ അവിടുന്ന് കുറച്ച് ഷോപ്പിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ അവിടുന്ന് നമ്മൾ കോഫി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പരമലപ്പള്ളി പോയി. ജസ്റ്റ് അതുവഴി പോയ സമയത്ത് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറി പ്രാർത്ഥിച്ചു, അവിടുന്ന് ഇറങ്ങി. പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അത് തന്നെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊന്ന് പുറത്ത് പോയിട്ട് വേഗം വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. ഇപ്പോൾ സമയം 5 മണി ആ സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് മൈലാഞ്ചി ഇരിപ്പുണ്ട് ഇവിടെ. അപ്പം ഞാൻ വെച്ചു മൈലാഞ്ചി ഇടാം. ചുമ്മാ എനിക്ക് സമയം പോകണ്ടേ, അതിന് വേണ്ടിയിട്ട് മൈലാഞ്ചി ഇടാം. കാണുമ്പോൾ വലിയ ഡിസൈനിങ് ഒന്നുമില്ല കേട്ടോ, ഈ കാണുന്ന പോലെ ഒന്നുമില്ല. പെട്ടെന്ന് ഞാൻ ചുമ്മാ എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈൻ വരച്ചു. എനിക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഡിസൈനാണ് കേട്ടോ ചൂസ് ചെയ്തത്. കാര്യം എനിക്ക് വരയ്ക്കാനുള്ള കഴിവില്ല, അതെൻ്റെ മെയിൻ റീസൺ. അപ്പോൾ എനിക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വരച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നോർമൽ ഡിസൈനാണ് ഗൈസ്, പ്രത്യേകിച്ച് വലുതായിട്ടൊന്നുമില്ല. എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചുമ്മാ ചെയ്യാം. എനിക്ക് സമയം പോവുകയും ചെയ്യും, നല്ല ഭംഗിയുമായിരിക്കും, കയ്യിലൊരാർക്കും ഉണ്ടാവും. മാംഗോ സീസൺ അല്ല കേട്ടോ ഇപ്പോൾ, പക്ഷേ മാംഗോ എനിക്ക് അമ്മ എവിടെ നിന്നോ ഒപ്പിച്ച് കൊണ്ട് തന്നു. അപ്പോൾ അതും കഴിക്കുകയാണ് ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ കുട്ടീസിനടുത്ത് പോയി അങ്ങനെ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. Say hi. Say hi, Ganna. Hi, Marada. Hi, I love that. Now have bala. What's your problem? I know. മൈലാഞ്ചി പണി തന്നിട്ടുള്ളൂന്നൊരു ഡൗട്ട്. സേ ഹായ്. ഹായ്. അവരോട് ചോദിക്കുക എങ്ങനെയുണ്ട്, സുഖാണോ ചോദിക്കുക. നീ പള്ളിപ്പാട് പോവാന്നല്ല എന്താ രാജി? കുശുമൻ ചെറുക്കനുണ്ട് ഇവിടെ, കുശുമൻ ചെറുക്കനുണ്ട്. കുശുമൻ ചെറുക്കനാ കഴിച്ചു. അവൻ അവിടെ ഇരുന്നിട്ട് സുഖിക്കുന്നില്ല, തിന്നെയുണ്ടല്ലോ. ബൈ. ആരും ഭയങ്കര കുശുമ്പര, ആരും എന്നെ മടി ഇരുന്ന് ഇറക്കി വിട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ വിട്ടാപ്പി. ഒരു കള്ളത്തരവും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. എന്താ ഐലാഷസ് കൊള്ളാം കേട്ടോ, നിന്റെ ഒറിജിനൽ ഐലാഷസ് ചെറുക്കൻ്റെ. ആ ചെറുക്കൻ കാണിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങള്? എടാ എന്തേ കാണിക്കുന്നേ? ഇങ്ങനെ നോക്കിയ ആര്യാ? ആര്? ആര്യ ഇവനെ കണ്ടു കഴിഞ്ഞാൽ പണ്ട് മിനിയേച്ചർ, എനിക്ക് മിനിയേച്ചർ കിച്ചുവിനെ ഓർമ്മ. കിച്ചു ഞങ്ങളുടെ കഷനുണ്ട്, അവനെ ഇങ്ങനെ തന്നെയായിരുന്നു. എടാ ചെറുക്കൻ ചെറുക്കനെ ഉപദ്രവിക്കാറടാ, ചെറുക്കനെ ഉപദ്രവിക്കാറടാ. നീ ഭയങ്കര ഉപദ്രവകാരിയാണല്ലോ എടാ. നീ ഭയങ്കര ഉപദ്രവാണല്ലോ ഓടി. നോക്കി യോ കടിക്കലേ. ഇങ്ങോട്ട് ഒരു വെൽക്കം കൊടുത്തേ. ഹലോ ഗായ്സ് പറയൂ. അങ്ങനെയല്ല, ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്ന് പറയും. പറയല്ലേ, പറ.
എടാ നേരെ പറയാരോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു 8th എപ്പിസോഡ് ഓഫ് അവർ യൂട്യൂബ് ചാനൽ. എടാ ആരും ഇങ്ങോട്ട് വന്നേ. ചെറുക്ക ഭയങ്കര ഉടായിപ്പാണേ. അതിങ്ങനെ തരുമോ? ദാറ്റ്സ് ആംഗ്രി ബേർഡ്. അമ്മേ ആംഗ്രി ബേർഡ് ആണ് ഗൈസ്. പണ്ടത്തെ ഇങ്ങനൊരു ഗെയിമില്ല ആംഗ്രി ബേർഡ് ഉണ്ടെങ്കിൽ കളിച്ചിട്ടുണ്ടോ? അമ്മേ ചെറുക്കൻ്റെ ഞങ്ങളിവിടെ എപ്പോഴും ഇതേപോലെ അമ്മേ ഇങ്ങടാ ചെറുക്കൻ എന്റെ ഫോണൊരൊറ്റ വീഴ്ച അടി മേടിക്കാരാ. ഇങ്ങനെ ഞാൻ എടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ വെക്കാം, ഫോൺ ഇവിടെ വെക്കാം. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് കുറേ സമയം ഇവിടെ ഉണ്ടായിരുന്നു, കളിച്ച് ചിരിച്ച് കരഞ്ഞ് ഇടയ്ക്ക് അലറിക്കൂവി. അങ്ങനെ കുഞ്ഞിപ്പെണ്ണും ഇവിടെ കുറേ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ. സോ ഗായ്സ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വ്ളോഗ്. എന്താ എടുക്കണമെന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോൾ കുറേ നാളായി ആക്ച്വലി ഒന്ന് കണ്ടിന്യൂസ് ഒരു വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഞാനത് എങ്ങനെയൊക്കെയോ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ദിവസവും എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ വിഷ് ചെയ്യുകയാണ്. കാര്യം അങ്ങനെ എടുക്കാൻ പറ്റാറില്ല, എടുക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ എടുക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. മെയിനായിട്ട് വോട്ട് ചെയ്യാൻ പോയി, അതായിരുന്നു സംഭവം. പിന്നെ ഞാൻ നേരത്തെ ഇട്ട മൈലാഞ്ചിയാണ്. ഇത് കുറച്ചുകൂടെയൊക്കെ ആവുമായിരിക്കും നാളെ ആകുമ്പോഴത്തേക്കിനും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊന്നും കഴിക്കുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സ്റ്റോപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായി. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് വൈകിട്ടത്തെ ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം 9 മണി ആവുന്നുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. കാര്യം ഒന്ന് ഞാൻ ഇടയ്ക്കങ്ങ് മറന്നു വ്ളോഗ് എടുക്കുന്ന കാര്യം. പിന്നെ അത് ക്യാപ്ചർ ചെയ്യാനുള്ളൊരു മൊമെൻറ്റ് എനിക്ക് ആ സമയത്ത് തോന്നത്തില്ല. അപ്പോൾ പിന്നെ ഞാനങ്ങനെ മടിയുണ്ട് നന്നായിട്ട്. അപ്പോൾ അതൊക്കെ കാരണമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ എങ്ങനെയൊക്കെയോ ഇത് കംപ്ലീറ്റ് ചെയ്തു. ഹോപ്പ്ഫുള്ളി ഇനിയും വരുന്ന സമയങ്ങളിലും ഇതുപോലെ നല്ല നല്ല വല്ല വീഡിയോസും എടുക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. സോ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താ, ഭക്ഷണം കഴിച്ചു, ഡിന്നർ കഴിച്ചു. പിന്നെ ഒരു ബുക്ക് എനിക്ക് വായിക്കാനുണ്ട്. അത് കുറച്ചും കൂടി ഉണ്ട്. ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ആ ബുക്ക് വായിച്ചിട്ട് വേണം അടുത്ത ബുക്കിലേക്ക് കയറാൻ. സോ ആ ബുക്കൊന്ന് വായിച്ച് എന്തെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കൂടി കംപ്ലീറ്റ് ചെയ്യും എന്തായാലും. അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാനിപ്പോൾ പുതിയൊരു ഹാബിറ്റാണ് തുടങ്ങിയിരിക്കുന്നത്. റീഡിങ് ഹാബിറ്റ് എനിക്കില്ല, പക്ഷേ ഹോപ്പ്ഫുള്ളി അതെങ്ങനെയൊക്കെയോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവനെങ്ങനെ സപ്പോർട്ട് ചെയ്ത് എങ്ങനെയൊക്കെയോ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഇനി പറ്റട്ടെ. അപ്പം അതും കൂടി ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യും. സോ ദാറ്റ്സ് മൈ ഫസ്റ്റ് ബുക്ക്. ഞാൻ ആദ്യമായിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഞാൻ ബുക്ക് റീഡ് ചെയ്യുന്നതിൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരാളാണ്. കാര്യം എനിക്ക് അതിനുള്ള സ്കില്ലില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. കാര്യം അതിങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് വായിച്ച് അതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനുള്ളൊരു വൈബ് എനിക്കില്ല. പക്ഷേ ഇതെന്തോ എനിക്കിഷ്ടപ്പെട്ടു. ബുക്കും ബാക്കിയുള്ള കാര്യങ്ങളും റിവ്യൂ ഒക്കെ ആയിട്ട് പിന്നീട് ഒരു ദിവസം വരാം. സോ അൺടിൽ ദെൻ ബൈ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ വെച്ച് പിന്നീട് വരാം കേട്ടോ. ബൈ ബൈ.